കടക്കുന്നത് അതിഥിയിലേക്കാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. അത് മറ്റാരുമല്ല, ശ്രീ ആനന്ദ് മൻമഥനാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആനന്ദ് മൻമഥനാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. ആനന്ദ്, സ്വാഗതം ന്യൂസ് 18ലേക്ക്, രാവിലെയിലേക്ക്. ഒരുപാട് സന്തോഷം അതിഥിയായി ഞങ്ങൾക്കൊപ്പം രാവിലെ തന്നെ ചേർന്നതിൽ. സന്തോഷം തിരിച്ചു. ഓക്കെ ആനന്ദ്, ഇപ്പൊ സിനിമ വലിയ വിജയമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് തുടക്കം തന്നെ പറയാനുള്ളത്? സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, നല്ല റിവ്യൂസ് വരുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് സിനിമ. പക്ഷെ തിയേറ്ററിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തുന്നത് ഭയങ്കര മിനിമലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കുറവാണ്. അതെന്താണെന്ന് പ്രൊമോഷന്റെ കുറവൊക്കെ ഉണ്ട് നമുക്ക്. പടത്തിന് ചെറിയൊരു പടമല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. നമ്മൾ വിചാരിക്കാത്തടത്തു നിന്നൊക്കെ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു. അപ്പൊ അതാണ് ഏറ്റവും വലിയ സന്തോഷം സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പടമായിരിക്കും, അപ്പൊ അത് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ പോവാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കിട്ടുന്നതൊക്കെ ഭയങ്കര ബോണസാണ് നമുക്ക്. തീർച്ചയായും. ആനന്ദ് ഇപ്പൊ പറഞ്ഞു തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുന്നുണ്ട്, പക്ഷേ സിനിമ കാണുന്നവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അപ്പോൾ ഈ ആളുകൾ തിയേറ്ററിലേക്ക് എത്താത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്? പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളെ വെച്ചുകൊണ്ട്, കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷന്റെ കുറവുകൊണ്ടായിരിക്കും? കാരണം കാണുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു, പക്ഷേ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നാമത്തെ കാര്യം, ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോ ഈ പറയുന്ന പോലെ വലിയ വലിയ പ്രൊഡക്ഷൻസ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ അവര് പ്രൊമോട്ട് ചെയ്യുന്ന പല രീതികളുണ്ട്, പുതിയ പല 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 രീതികളുണ്ട്. ഇപ്പൊ ട്രെയിലർ ലോഞ്ച് നടത്താറുണ്ട്, സോങ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താറുണ്ട്, മോൾസിൽ പോയിട്ട് വലിയ പരിപാടീസ് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ പടം എടുക്കുന്ന, ഇപ്പൊ ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല, ഈ ചെറിയ പടങ്ങൾ ചെയ്ത് റിലീസിന് എത്തിക്കുന്നവർക്ക് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ഇതേപോലത്തെ വലിയ ലോഞ്ചസോ വലിയ ഗ്രാൻഡ് പരിപാടികളോ ഒന്നും നടത്താൻ ചിലപ്പം അവരുടെ ഫണ്ടോ, ഈ പറയുന്ന പോലെ ചെറിയ പ്രൊഡക്ഷൻ സൗണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും തിയേറ്റർ വരെ എത്തിക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ചിലപ്പോ നേരെ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ഉണ്ടാവില്ല പലരുടെയും കേസിൽ. നമ്മുടെ കേസിലും അത് തന്നെയാണ്. പല ഡയറക്ടർമാരും ആദ്യത്തെ പടത്തിന് പോസ്റ്റർ ഒട്ടിക്കുന്നത്, സ്വന്തം നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ടല്ലോ. അപ്പൊ അതൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്, സ്വന്തം പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം ഇറങ്ങി ട്രിവാൻഡ്രം, അതും സിറ്റി ലിമിറ്റിന് പുറത്തേ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പോയി ഒട്ടിച്ചത്. അപ്പൊ ഈ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല സിനിമ. പല സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇട്ടാൽ തന്നെയും, ഇതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടാൽ തന്നെയും നമ്മുടെ സർക്കിളിലേ നിൽക്കുന്നുള്ളൂ. അപ്പോ സാധാരണ ആൾക്കാരിലേക്ക് എത്താൻ വേറെ പല രീതിയിലുള്ള പ്രൊമോഷൻ ടെക്നിക്സും ചെയ്യണം. അതിനുള്ള പരിമിതികൾ നമുക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ആനന്ദ്, ഈ മലയാള സിനിമയ്ക്ക് റിലീസാകുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മലയാള സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇന്നലെ പുഷ്പ റിലീസായ സമയത്ത് 600-ലധികം തിയേറ്ററുകളിലാണ് ആ സിനിമ കേരളത്തിൽ മാത്രം ഓടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ, അല്ലെങ്കിൽ വലിയ സ്റ്റാർ വാല്യുള്ള സിനിമകൾ വരുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലെയുള്ള മലയാളികളുടെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ നല്ല സിനിമകൾ പിന്നോട്ടടിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, പുഷ്പ വന്നപ്പോ നമുക്ക് സ്ക്രീൻസ് കുറഞ്ഞു. ഇപ്പൊ ലിമിറ്റഡ് സ്ക്രീൻസിലാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. പുഷ്പ വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്നും ഭയങ്കരമായിട്ട് താഴ്ന്നു. അതിപ്പം അങ്ങനെ ആരും കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. കാരണം തിയേറ്ററുകാരും അവരുടെ ബിസിനസ് ആണല്ലോ നോക്കുന്നത്. അപ്പോ ആദ്യത്തെ 3 ദിവസം ഈ പുഷ്പ ഇങ്ങനെ വലിയ പടങ്ങളുടെയൊക്കെ, അന്യഭാഷാ പടങ്ങളുടെയൊക്കെ ആദ്യത്തെ 3 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ കുറച്ച് തിയേറ്റേഴ്സൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാറുണ്ട്. അങ്ങനെയുള്ള പ്രതീക്ഷയാണ് നമ്മളും. ഇപ്പൊ ഭയങ്കരമായിട്ട് ഷോസ് കുറഞ്ഞു സ്ഥാനാർത്ഥി ശ്രീകുട്ടന്. അപ്പോ ആദ്യത്തെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോ കുറച്ച് തിയേറ്റേഴ്സ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോ ഉള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഈ അന്യഭാഷാ ചിത്രങ്ങൾക്ക്, ഇപ്പൊ മലയാളം സിനിമകൾക്ക് അവിടെ തിയേറ്റർ കുറവാണെങ്കിലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും
ഇപ്പൊ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി അവിടെ ആയാലും ആൾക്കാർ മലയാളം സിനിമ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇപ്പൊ ഉള്ള ട്രോൾസ്, അവിടുത്തെ ഒരു ട്രോൾസിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചില സിനിമകൾ പരാജയപ്പെട്ടു പോകാറുണ്ട്, ചില നല്ല സിനിമകൾ. അപ്പൊ അവര് അതിനെ ട്രോൾ ആയിട്ട് എടുക്കുന്നത്, നിങ്ങൾക്ക് മലയാളം സിനിമ കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് എന്താ ഇവിടത്തെ നല്ല സിനിമ കാണാൻ പറ്റാത്ത എന്നുള്ള ട്രോൾസ് ഞാൻ അവിടുത്തെ പേജസിൽ കാണാറുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മളെ പടങ്ങൾ അവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമാണ്, ചെറിയ പടമാണെങ്കിൽ പോലും. തീർച്ചയായും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, ഇപ്പൊ പുഷ്പ ഈ കഴിഞ്ഞ ദിവസം, അതായത് 5-ാം തീയതി റിലീസാകുമെന്ന് നേരത്തെ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ്, ഒരുപാട് വാർത്തകൾ ഇടം പിടിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ 29-ാം തീയതിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ റിലീസായത്. അപ്പോൾ ആ ഒരു റിലീസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ഈ സിനിമ വരുമ്പോൾ പിന്നോട്ടായി പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ നേരത്തെ? ആക്ച്വലി നമ്മൾ ഇത് ആദ്യം പ്ലാൻ ചെയ്തത് 22-ാം തീയതിയാണ്. 22-ാം തീയതി നോക്കിയപ്പോൾ 6 മലയാളം സിനിമയാണ് ഒരുമിച്ചിറങ്ങിയത്. അപ്പോ നല്ല ഷോസ് ടൈം പോലും നമുക്ക് കിട്ടിയില്ല. അപ്പൊ അത് ആ സമയത്ത് വെറുതെ ഒരു ക്ലാഷ് ഉണ്ടാക്കി നമുക്ക് നല്ല സമയം ആൾക്കാരിൽ ഒട്ടും നല്ല ഷോസ് കിട്ടാതിരിക്കണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ 29-ാം തീയതി. ഈ 29-ാം തീയതി എന്നുള്ളൊരു സമയം മാത്രമേ നമ്മളെ ഫ്രണ്ടിൽ ഈ വർഷം ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പൊ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറക്കുക എന്നേ ഉള്ളൂ. കാരണം 29-ാം തീയതി ഇറക്കിയ അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ പുഷ്പ വരും, പിന്നെ 13-ാം തീയതി തൊട്ട് IFFK വരും, പിന്നെ 19-ാം തീയതി തൊട്ട് ക്രിസ്മസ് റിലീസസ് വരും. അത് വലിയ വലിയ പടങ്ങളാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു ടൈമും ഇല്ല. ഈ 29-ാം തീയതി എന്നുള്ളൊരു സമയം മാത്രമേ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇറക്കിയതാണ്. പക്ഷെ നമ്മൾ ഓഫ്കോഴ്സ് നമുക്കറിയാം 5-ാം തീയതി വരുമ്പോഴത്തേക്കും ഈ പുഷ്പ വന്ന് അടിച്ചു കയറി നമ്മുടെ തിയേറ്ററുകളെല്ലാം പോകുന്നൊക്കെ നമുക്കറിയായിരുന്നു. പക്ഷെ നമുക്ക് ഈ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ മുന്നിൽ. അപ്പോ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് 29-ാം തീയതി തന്നെ ഇറക്കിയത്. ശരി. ഈ കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് പ്രധാനമായും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ വന്നത്. ഈ ഒരു ഐഡിയ അത് ആരുടേതായിരുന്നു? ആ ഒരു കുട്ടികളെ പ്രധാനമായി കഥാപാത്രമാക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്താണ് ആനന്ദിന് മനസ്സിലാക്കാൻ പറ്റിയത്? കുട്ടികളെ വെച്ച് ചെയ്യാൻ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. നല്ല പിള്ളേരെ കിട്ടുകയാണെങ്കിൽ ഒട്ടും ഞാൻ പറയുന്നത് ഭയങ്കര എളുപ്പം അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങള് ഓഡിഷൻ ചെയ്തു ഒരു കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമായിട്ട് നമ്മൾ ഓഡിഷൻ ചെയ്ത് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു 15 ദിവസം ക്യാമ്പ് കൊടുത്തായിരുന്നു പിള്ളേർക്ക്. ആക്ടർ ട്രെയിനർ സാം എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള നമ്മളെ ഫ്രണ്ടാണ്. പുള്ളിയെ വെച്ച് നമ്മൾ 15 ദിവസത്തെ ക്യാമ്പ് കൊടുത്തു. ആ ക്യാമ്പിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ ആരൊക്കെയാണ് ഏതൊക്കെ ക്യാരക്ടറാണെന്ന് ഫിക്സ് ചെയ്തത്. അല്ലാതെ ഓഡിഷനെ കണ്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്ത 1-2 പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ക്യാമ്പിന് അവരുടെ പെർഫോമൻസ് വെച്ചിട്ടും അവരുടെ രീതികൾ വെച്ചിട്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷെ ഈ പിള്ളേരെല്ലാം ഭയങ്കര ടാലന്റഡ് ആണ്. ഈ പറയുന്ന പോലെ ഞാനൊരു ആക്ടറല്ലേ, അപ്പൊ നമുക്ക് മനസ്സിലാവില്ല, അവർ അഭിനയിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെക്കാളും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. അവർക്ക് നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അവരുടെ ഡെപ്തിൽ അവര് ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിനയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ചില സമയത്ത് ഈ പിള്ളേരുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോക്കിയിടാ ഒന്ന് ശ്രദ്ധിക്കടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ രീതിയിൽ നമ്മളെ കൊണ്ടുവന്ന് മയപ്പെടുത്തി കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ 10-42 ദിവസം ഷൂട്ട് ചെയ്ത് നമ്മളും തിരിച്ചൊരു സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെ ആയിരുന്നു 42 ദിവസം ഷൂട്ട് എന്ന് പറയുന്നത്. തീർച്ചയായും. നമ്മൾ ഇത്രയും നാളും കണ്ട അജു വർഗീസിനെ അല്ല സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു കരിയർ ബ്രേക്ക് ആയിരിക്കും എന്നടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. അത് അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് അജുവേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നുള്ളതിലും അജുവേട്ടന് കൊടുക്കാൻ പറ്റിയെന്നുള്ളതിലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ആക്ച്വലി ഈ ക്യാരക്ടർ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ നമ്മൾ അപ്രോച്ച് ചെയ്തായിരുന്നു. മലയാളത്തിൽ തന്നെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള ആക്ട്രസസിനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവർക്കാർക്കും ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണോ, പിന്നെ പലർക്കും അങ്ങനെ ഒരു തോട്ട് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവര് ഇതിൽ നിന്ന് വലിഞ്ഞു. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഇത് വേണ്ട, ഈ ക്യാരക്ടറിനോട് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുകയുണ്ടായി. നമ്മൾ ഒരുപാട് പേരെ നോക്കി. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു പുരുഷനാക്കുന്നത് ആ കഥാപാത്രത്തിന്. ആക്ച്വലി ഇതില് അജുവേട്ടനെ ആദ്യം കണ്ട് മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഗുപ്തൻ സാർ എന്നുള്ള വേറൊരു ക്യാരക്ടറിനാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് കഥ പറഞ്ഞതും അങ്ങനത്തെ ആയിരുന്നു. പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ആക്കി അജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ ക്യാരക്ടർ മാറ്റി പുരുഷനാക്കിയപ്പോൾ കുറച്ചും കൂടെ നന്നായും തോന്നി. അപ്പം നമ്മൾ അജുവേട്ടനെ വെച്ച് തന്നെ നമ്മളത് പ്ലാൻ ചെയ്ത് തുടങ്ങി, എഴുതി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്.
നമ്മൾ അജുവേട്ടൻ്റെ അടുത്ത് ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ അജുവേട്ടൻ്റെ അടുത്ത് പോയി നമ്മൾ കൃത്യമായിട്ട് പറയും. ഞങ്ങൾ നാലുപേരും ഈ പറയുന്ന പോലെ ഇൻപുട്ട് കൊടുക്കും അജുവേട്ടൻ്റെ അടുത്ത്. അപ്പൊ അജുവേട്ടൻ സാധാരണ ഒരു ആക്ടർ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ് ആവേണ്ടതാണ് സത്യം പറഞ്ഞത്. പക്ഷെ അജുവേട്ടൻ അത് ഭയങ്കര വെൽക്കം ചെയ്തു. അജുവേട്ടൻ ചില സമയത്ത് നമ്മൾ കണ്ണടയ്ക്കണ്ടെന്ന് വരെ പറഞ്ഞിട്ട് ഇമ വെട്ടണ്ട എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയും കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് കൈ ഇത്ര പൊക്കണ്ട, ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാവോ എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. വേറെ എന്ത് ആക്ടേഴ്സ് ആണെങ്കിലും എടാ നീയൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളി അത് ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുത്തു. പുള്ളി അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിലൊരു സീനുണ്ട്, ഒരു ഷോട്ടില് പുള്ളിയുടെ ഫേസിൽ ക്ലോസ് വെച്ചൊക്കെയാണ് ക്യാമറ. അതിലൂടെയാണ് നമ്മൾ അത് കാണിക്കുന്നത്. അതിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ എക്സ്പ്രഷൻ ചേഞ്ചസ് ഒക്കെ ഉണ്ട് ആ ഫേസിൽ. അതൊക്കെ കണ്ടപ്പോ നമുക്ക്, ഞാൻ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ചേട്ടാ ഭയങ്കര സംഭവമാണ് ചേട്ടൻ്റെ, അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ചേട്ടൻ്റെ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാരും ഇപ്പം പറയുന്നത്, സിനിമ കണ്ടിട്ട് എല്ലാരും അത് പറയുന്നത് കേൾക്കപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായും. ആനന്ദ്, ഇപ്പൊ നമ്മൾ പറയും സിനിമയിൽ തന്നെ ഒട്ടും നിന്ന് തിരിയാൻ സമയമില്ലാത്ത രണ്ട് താരങ്ങളാണ് പ്രധാനമായും ഈ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചത് എന്ന്, സ്ഥാനാർത്ഥി ശ്രീകുട്ടിൽ അഭിനയിച്ചതെന്ന് പറയും. അതിലൊന്ന് ജോണി ആന്റണി ചേട്ടനും ഒപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അജു വർഗീസുമാണ്. കാരണം അവരുടെ ഡേറ്റ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമെന്നാണ് പൊതുവെ നമ്മൾ കേൾക്കുന്നത്. അതെ, സൈജു ചേട്ടനെ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഈ മൂന്ന് പേരെയും വെച്ചുകൊണ്ടുള്ള സിനിമയാണ്. അപ്പം ഇവരെ കൂടെയൊക്കെയുള്ള ഒരു അനുഭവം അത് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, മൂന്നുപേരും ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പ്രത്യേകിച്ച് അജുവേട്ടനും സൈജു കുറുപ്പും ഒക്കെ ഭയങ്കര, എന്ന് വെച്ചാൽ സൈജുവേട്ടൻ സെറ്റിലുള്ള കാര്യം പോലും നമ്മൾ അറിയില്ല. സൈജുവേട്ടൻ വെച്ചിട്ട് സൈജുവേട്ടന്റെ അടുത്ത് നമ്മൾ ഈ ക്യാരക്ടർ പറയുമ്പോൾ 4 ദിവസത്തെ ഷൂട്ടാണ് വേണ്ടത്. പക്ഷെ പുള്ളി അപ്പം ഭയങ്കര പാക്ഡ് ആയിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മളെ വിനേഷ് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ചേട്ടന്റെ ഡേറ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം എന്ന് വിളിച്ചു പറഞ്ഞപ്പോ പുള്ളി ആയിട്ട് അവിടെ അപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിലെ സെറ്റില് കുറച്ച് ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് നമുക്ക് 4 ദിവസം ഡേറ്റ് തന്നത്. പുള്ളി വെച്ച് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. എന്ന് വെച്ചാൽ 4 ദിവസം നമ്മൾ ഈ പുള്ളി ഓരോ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും, ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്ടേഴ്സ് എല്ലാം കാരവനിലോ അവരുടെ സ്ഥലത്ത് മാറിയിരിക്കുമല്ലോ. പക്ഷെ സൈജോട്ടൻ അവിടെ തന്നെ കാണും. നമ്മൾ പെട്ടെന്ന് അറിയില്ല സൈജുവേട്ടൻ അവിടെ ഉണ്ടെന്ന് പോലും. അത്ര ജെല്ലായിരുന്നു സൈജുവേട്ടനെ വെച്ച് വർക്ക് ചെയ്യാൻ. അജുവേട്ടനായാലും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് പറഞ്ഞാലും അത് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരാളായിരുന്നു അജുവേട്ടൻ. അപ്പൊ ഈ രണ്ടുപേരും ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ജോണി ചേട്ടനുമായിട്ടാണെങ്കിൽ, ജോണി ആന്റണി ചേട്ടനാണെങ്കിൽ നമുക്ക് ആ ഒരു പേടിയുണ്ട്, ആ ഭയമുണ്ട്. പുള്ളി ഒരു ഡയറക്ടറല്ലേ. പുള്ളി നമ്മുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് പടമാണ് CID മൂസ. അപ്പൊ അതൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. അപ്പൊ പുള്ളിയെ ഡയറക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മൾ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ ചില സമയത്ത് പുള്ളിക്ക് ചില കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പൊ പുള്ളി ഇങ്ങനെയാണോ, ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചേട്ടാ ഇതാണ് ചെയ്യുന്നത്, ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അപ്പൊ അത് അവസാനം പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചേട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി ഇവര് 3 പേരും റെമ്യൂണറേഷൻ അടക്കം നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അവരൊക്കെ വിളിച്ച് പലപ്പോഴായിട്ട് നമ്മളെ പല ഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും. ആനന്ദ്, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം സൈജു ചേട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയുന്ന ആളുകളാണ്. അപ്പം ആനന്ദിന് അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ അവാർഡ്, ന്യൂസ് 8ന്റെ സോഷ്യൽ മീഡിയ അവാർഡിലൊക്കെ നേരിട്ട് വന്ന ആൾ കൂടിയാണ് ആനന്ദ്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ആദ്യമായി സൈജു ചേട്ടനെ വിളിക്കുന്ന സമയത്ത് സൈജു ചേട്ടന് വേണമെങ്കിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളാണ്, സിനിമയിൽ അഭിനയിച്ചു, കാശ് വാങ്ങി വീട്ടിൽ പോയിരുന്നാൽ മതി, അത്രയും ഒരു നടന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്തത് നമ്മളുടെ അടുത്ത് ആനന്ദ് ഈ സിനിമയെ കുറിച്ച് പറയുന്നു, പ്രധാനമായി നിങ്ങളെ കുറിച്ച് പറയുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ട് എന്ന സിനിമയെ കുറിച്ച് പറയുന്നു, അവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഞങ്ങളുടെ സിനിമയെ പരിചയപ്പെടുത്തണമെന്ന് പറയുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ഒരു നടൻ, അതെ, അദ്ദേഹത്തിന് ആ സിനിമയിൽ അഭിനയിച്ചു, കാശ് വാങ്ങി പോയാൽ മതി. പക്ഷെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള താരങ്ങൾ ഉണ്ടാവുന്നതും മലയാള സിനിമയ്ക്ക് നല്ലത് തന്നെയാണല്ലേ? അയ്യോ, സത്യം. കാരണം സൈജുചേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ സൈജുചേട്ടനായിട്ട് പോയിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ സൈജുചേട്ടന് അറിയാം നമ്മുടെ എല്ലാ അവസ്ഥയും അറിയാം. അപ്പം അദ്ദേഹത്തിന്റെ പടം മാർക്കറ്റ് ചെയ്യപ്പെടണം, അദ്ദേഹത്തിന്റെ പടങ്ങൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള മനുഷ്യനാണ് സൈജുചേട്ടനായാലും അജുവേട്ടനായാലും. സൈജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും അജുവേട്ടനെ കണ്ടാണ് ഈ ഒരു ഇതൊക്കെ പഠിച്ചതെന്ന്, ഈ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അജുവേട്ടനാണെങ്കിലും നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി തരികയും പല കോളുകൾ കണക്ട് ചെയ്ത് തരികയും ചെയ്ത ഒരാളാണ്. ജോണി ആന്റണി ചേട്ടൻ നമ്മള് ഡബിന്റെ സമയത്ത് എടാ പടം കാണണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങി, പടം കാണണം എന്ന് പറഞ്ഞപ്പം നമ്മളെ ഡയറക്ടർ ചേട്ടാ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും
പുള്ളി പറഞ്ഞു ഞാൻ ഒരു 5000 രൂപ ഇട്ട് തരാം, നീ പോയി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അപ്പൊ ഇവരെല്ലാം അങ്ങനെ ഈ ജോണിയൻ ചേട്ടനൊക്കെ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു വന്നവരാണ്. അപ്പൊ അവർക്ക് അറിയാം അതായിരിക്കും പുള്ളിക്ക് കണക്ട് ചെയ്തത്. അപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ ഭയങ്കര സഹകരണമായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. ഇനി ആനന്ദിനെ കുറിച്ച് പറയൂ. പുതിയ പ്രൊജക്ട് എന്തൊക്കെയാണ്, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമ എനിക്ക് ഇനി അടുത്ത് ഇറങ്ങാനുള്ള സിനിമ പൊന്മാനാണ്. അത് ജ്യോതിഷേട്ടനാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്നുള്ള സിനിമയുടെ എന്ന നോവലിന്റെ സിനിമ ആവിഷ്കാരമാണ്. അപ്പൊ അതില് ബ്രൂണോ എന്നുള്ള ക്യാരക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാനുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമയാണ്. ആസിഫ് അലിയാണ് നായകൻ, സേതു ആണ് അതിന്റെ ഡയറക്ടർ. പിന്നെ ഒരു വെബ് സീരീസ് വരാനുണ്ട്. പിന്നെ ഒരു ഹിന്ദി പടത്തിൽ ചെറിയൊരു വേഷം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടീസ്. അതെ അതെ. മലയാളം വിട്ട് പുറത്തേക്ക് പോകാനുള്ള തുടക്കത്തിലാണ്. അല്ല, അത് അങ്ങനെയല്ല, അത് അറിയില്ല. അതിന്റെ ഒരു ടോക്ക് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല. അതെല്ലാം നടക്കട്ടെ, നല്ലതായി നടക്കട്ടെ. നടക്കട്ടെ. അതെ അതെ അതെ. അതെ. ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, എന്താണ് പറയാനുള്ളത്? മനസ്സ് തുറന്ന് പറഞ്ഞോളൂ, കേൾക്കട്ടെ. അല്ല, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നല്ല സിനിമയാണ്. മുതിർന്നവർക്കും പിള്ളേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അവരെ വന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര നമ്മളൊരു ചിരിയോടെ, ഒരു ചെറു പുഞ്ചിരിയോടെ ഇരുന്ന് കണ്ട് തീർത്ത് പോകുമ്പോഴും ആ ചിരി നിങ്ങളുടെ മുഖത്തുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. കാരണം ഇത് കണ്ടവരുടെ റിവ്യൂസ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത്ര ജെനുവൻ ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തതും എടുത്തതും എല്ലാം. ആ ജെനുവിനിറ്റി നിങ്ങൾക്ക് അത് കാണുമ്പോഴും ഫീൽ ചെയ്യും. ദയവേത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ ആള് കുറവാണ്, പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഇനി എത്ര ദിവസം തിയേറ്ററിൽ ഉണ്ടാവുമെന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തോടെ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമ അനുഭവമായിരിക്കും. അത് മാത്രമേ പറയുള്ളൂ. താങ്ക് യു. തീർച്ചയായും. എന്തായാലും ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരോട്. സിനിമ തിയേറ്ററിൽ പോയി കാണുക. നമ്മുടെ മലയാള സിനിമകളാണ്, അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നല്ല ഒരുപാട് സിനിമകളുണ്ട്, ആ സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും അതിലൊരു നല്ല സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമ പ്രേക്ഷകർ ദയവായി തിയേറ്ററിൽ പോയി കാണുക, സിനിമകളെ വിജയിപ്പിക്കുക, അല്ലെ? അപ്പൊ എന്തായാലും ആനന്ദ, വളരെ സന്തോഷം രാവിലെ ഞങ്ങൾക്കൊപ്പം അതിഥിയായി ചേർന്നതിന്, സിനിമയുടെ വിശേഷങ്ങൾ, അപ്പം ആനന്ദിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.